നമസ്കാരം. എൻ്റെ ദൈവത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നൊരു ഭംഗിവാചകമാണ് ഒരു ഇൻട്രൊഡക്ഷനും വേണ്ടാത്ത ആൾ എന്ന്. ദാറ്റ് പേഴ്സൺ നീഡ്സ് നോ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ. പലപ്പോഴും അത് ആലങ്കാരികം മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത, ഒരുപക്ഷെ പേരിലൂടെ മാത്രമല്ല, വ്യക്തിയെ കാണേണ്ട ആവശ്യം പോലുമില്ല, ശബ്ദം കേട്ടാൽ തന്നെ മലയാളികൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ട ഭാഗ്യ ചേച്ചി, ശ്രീമതി ഭാഗ്യലക്ഷ്മി. കാണുമ്പോൾ തന്നെ വളരെ ഐശ്വര്യമാണ്, ഒരു സ്പിരിച്വൽ ഓറയുണ്ടെന്നൊക്കെ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരെ പറഞ്ഞു കാണും അല്ലേ? എന്താ ഈ ദൈവം ആണല്ലോ സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ ഒരു ബേസിസ്. ചേച്ചി ഒരു ഭക്തയുമാണ്. എന്താണ് ദൈവസങ്കല്പം? അങ്ങനെ എന്താണ് എൻ്റെ ദൈവം? എൻ്റെ ദൈവം എന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവം എന്താണെന്ന് തിരിച്ചറിയാൻ കുറേ സമയമെടുക്കും അല്ലേ? ആദ്യമൊന്നും നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെയും തുടക്കം. മദ്രാസിൽ ജീവിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15-16 വർഷത്തോളം സുബ്രഹ്മണ്യ സ്വാമിയെ മാത്രം പ്രാർത്ഥിച്ച് ജീവിച്ചു. അത് ശ്രീകൃഷ്ണനൊന്നും എൻ്റെ ഹിസ്റ്ററിയിൽ പോലും ഇല്ല. കാരണം വീട്ടിൻ്റെ അടുത്താണ് വടപളനി അമ്പലം. അപ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി തൊഴുക. അതെ സിനിമാക്കാരുടെ ഭഗവാനാണ് വടപളനി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ പോയി വടപളനി അമ്പലത്തിൽ പാലഭിഷേകം ചെയ്യുക. പിന്നെ അവിടെ എല്ലാ ചൊവ്വാഴ്ചയും നാരങ്ങ വിളക്ക്, രാഹുകാലത്തിൽ ദേവിക്ക് നാരങ്ങ വിളക്ക്, അങ്ങനെ എനിക്ക് 16 വർഷമൊക്കെ നാരങ്ങ വിളക്ക് കണ്ടിന്യൂസ്ലി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു. അതെല്ലാം നമ്മളെ ജീവിതത്തിൽ ഒന്ന് പ്രൊഫഷണലി നമ്മളൊന്ന് മെച്ചപ്പെടണം എന്നുള്ള ഇതൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ സുബ്രഹ്മണ്യനും പോയി, ആരുമില്ല ലൈഫിൽ. പിന്നെ വെറുതെ വിളക്ക് കത്തിക്കുകയാണ്. പക്ഷേ അതിന് മുൻപേ എൻ്റെ ഉള്ളിൽ ഒരു ഈശ്വര വിശ്വാസം ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെയാണ്. വളരെ കുട്ടിയായിരിക്കും, എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ നാമം ജപിക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക. അന്ന് എല്ലാവരും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾ വള്ളുവനാട് ഭാഗത്ത് വളരെ നിർബന്ധമാണ്, ഷൊർണൂർ ഭാഗത്തൊക്കെ. അപ്പം അങ്ങനെ നമഃശിവായ നാരായണായ നമഃ അച്യുതായ നമഃ ഇങ്ങനെ ചൊല്ലി അച്യുതം കേശവം രാമനാരായണ ഇതെല്ലാം നമ്മൾ ചൊല്ലി എല്ലാ നാമങ്ങളും ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെ പോയാലും ഇതെല്ലാം ഇങ്ങനെ ഒരു ഓർഡറായിട്ട് ചൊല്ലും. അത് ഇടവിട്ടൊന്നും ചൊല്ലാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഓർഡറായിട്ട് ചൊല്ലി അതൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോഴും വിളക്ക് കത്തിക്കുക, ഈ നാമം ചൊല്ലുക എന്നുള്ളതൊരു എവിടെയോ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, ഇങ്ങനെ അവിടുത്തെ ഒരു ശാന്തതയും എന്തോ ഉണ്ട് അവിടെ. പിന്നെ ഗുരുവായൂർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും എന്നെ ഇങ്ങനെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങി, ഗുരുവായൂരപ്പനും ശ്രീപത്മനാഭസ്വാമിയും. പിന്നെ 1-2 സ്ഥലത്ത് ഇങ്ങനെ ജാതകം ഇങ്ങനെ നോക്കാനൊക്കെ നമ്മൾ ജ്യോത്സ്യരുടെ അടുത്തൊക്കെ പോകുമല്ലോ. അങ്ങനെ പോയപ്പോൾ 1-2 പേര് പറഞ്ഞു, കൃഷ്ണനാണ് കേട്ടോ, കൃഷ്ണനെയാണ് നിങ്ങളുടെ ദൈവം, കൃഷ്ണനാണ് എന്ന്. ഓ അത് ശരി. അപ്പോൾ എന്നാലും അങ്ങനെ അങ്ങോട്ട് കൃഷ്ണനെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിലെപ്പോഴും ഇദ്ദേഹം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടും. ഒരുപാട് എൻ്റെ ഇന്ന് ചീത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാവരും ഫ്രണ്ടല്ലേ. നമ്മൾ ശിവനെയാണ് എപ്പോഴും ഒരു കാരണവരായിട്ടൊക്കെ കാണുന്നത് അല്ലേ. ശിവനോട് എല്ലാവർക്കും ഒരു ഭയം. അതെ, ഇദ്ദേഹം പിന്നെ നമുക്ക് എന്തും പറയാം. അപ്പം അങ്ങനെ എല്ലാം ഇങ്ങനെ സംസാരിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി വന്നപ്പോഴൊക്കെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് ഇപ്പം ഹാൻഡ് ബാഗിനകത്തും കാണും ഒരു കൃഷ്ണൻ, എപ്പോഴും കാണും. അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മളോടൊപ്പം ഒരാളുണ്ട്, ആ ആള് നമ്മളെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം വന്നത്. ചേച്ചിയുടെ ജീവിതത്തിൽ തന്നെ സംഭവബഹുലമായ ഒരു ജീവിതമാണ്. ഒരുപാട്
എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് ഹൈറ്റ്സ് ഉണ്ട്, ലോസ് ഉണ്ട്. പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് അനുഭവങ്ങളിലൂടെ വളർന്നൊരു വ്യക്തിയാണ്. അപ്പം ഇതിന് ദൈവവിശ്വാസം സഹായകരമായിട്ട്. തീർച്ചയായിട്ടും ദൈവവിശ്വാസം മാത്രമല്ല, എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ ഞാൻ തന്നെ ചിലപ്പം ആലോചിക്കാറുണ്ട്, ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈശ്വരൻ തന്നെയാണ്. അല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ പഠിക്കാനുള്ളൊരു ആരും എന്നെ പഠിക്കാൻ ഒരു പ്രചോദനമായിട്ടില്ല. അതിനുവേണ്ടി എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടിയിട്ടില്ല. എൻ്റെ പ്രൊഫഷനിൽ തന്നെ നീ ഇങ്ങനെ ആവണം, നിൻ്റെ ലൈഫിൽ എങ്ങനെയുള്ളതൊന്നും എനിക്ക് ആരും തന്നിട്ടില്ല. പക്ഷെ അതൊക്കെ എൻ്റെ ഉള്ളിൽ അപ്പപ്പോൾ തോന്നിപ്പിക്കുന്നതൊക്കെ ഈ ഒരു ഈശ്വരാധീനമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഇളയ മകന് വളരെ ക്രിട്ടിക്കലായിട്ട് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഞാൻ പുസ്തകത്തിൽ പോലും എഴുതിയിട്ടുണ്ടത്. ആ സമയത്ത് അവൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഞാൻ കരഞ്ഞില്ലായിരുന്നു. ഞാൻ കരഞ്ഞില്ല എന്നുള്ളത് വെറും വാക്ക് പറയുന്നല്ല, സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ കരഞ്ഞില്ല. എന്താണെന്നറിയില്ല, എന്നെ അങ്ങനെ ഈശ്വരൻ ചതിക്കുമോ? ആരുമില്ലാത്തൊരു വ്യക്തിക്ക് ഏറ്റവും താങ്ങാവുന്നത് ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈവൻ അവിടുത്തെ ഡോക്ടേഴ്സ് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ കരയാത്ത? സാധാരണ മക്കൾക്ക് ആക്സിഡൻ്റ് ആയ അമ്മമാർ നെഞ്ചത്തടിച്ച് കരയല്ലേ, ബോധം കെട്ട് വീഴുക. അപ്പം ഞാനെന്ന് പറയുന്നു, ബോധം കെട്ട് വീഴാൻ ഏത് പൊട്ടനും സാധിക്കും, കരയാനും എല്ലാവർക്കും സാധിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് സത്യസന്ധമായ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയാണ് വേണ്ടത്. ഇല്ല, എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞാൽ ചതിക്കില്ല. അപ്പോൾ നമ്മൾ ഭയപ്പെടുമ്പോൾ അതിനർത്ഥം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ചേച്ചിയുടെ സംസാരങ്ങളും സംഭാഷണങ്ങളും ഇന്റർവ്യൂ എല്ലാം കേൾക്കുമ്പോഴും വൈകാരികപരമായ ദൈവത്തെ കാണുന്നതോടെ ചേച്ചിക്ക് എല്ലാ കാര്യത്തിലും ഷാർപ്പ് ഒരു അനലിറ്റിക്കൽ ബ്രെയിനുണ്ട്. വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും എടുക്കാൻ. അപ്പം നമ്മൾ പറയാറുണ്ട്, ഈ വൈകാരികത കൂടുതലുള്ളവർ സാധാരണ ഭക്തിയോഗത്തിന്റെ പാതയിൽ പോകും, അനലിറ്റിക്കൽ കൂടുതലുള്ളവർ ജ്ഞാനയോഗത്തിന്റെ പാതയിലാണ് പോകുന്നത്. അപ്പം കർമ്മത്തിന്റെ കർമ്മയോഗയിലൊക്കെ പോകുമെന്ന് പറയാറുണ്ട്. ചേച്ചി ഈ വിഷയത്തെ ബൗദ്ധികമായി കണ്ടിട്ടുണ്ടോ? ദൈവം എന്നൊരു സമസ്യ, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത, പൂർവ്വജന്മ പുനർജന്മ സാധ്യത, നമ്മളെല്ലാം ഇത് പറഞ്ഞു കേൾക്കുന്നതാണ്. അതുപോലത്തെ ഏതെങ്കിലും ചിന്തകളോ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തെ കുറിച്ച് കൂടുതൽ ദൈവമുണ്ടോ പലരും പറയുമ്പോൾ, ഇപ്പോൾ കമലഹാസൻ എവിടെയോ പറഞ്ഞു, ദൈവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടോ? ചില ആൾക്കാർ, ചില കുട്ടികളൊക്കെ, ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ കിടന്ന് ഇങ്ങനെ നരകം അനുഭവിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ചിലരൊക്കെ ചെയ്ത മഹാപാപം കൊണ്ടാണെന്ന് നമ്മൾ പറയാം, അവൻ ചെയ്ത മഹാപാപം കൊണ്ട് അവൻ അനുഭവിക്കുന്നത്. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്തു? അപ്പോൾ ഇത് പൂർവ്വജന്മത്തിൻ്റെ ആണോ? പൂർവ്വജന്മം പലപ്പോഴും അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഓർമ്മയില്ല, നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്ത് ചെയ്തു എന്ന്, പിന്നെ എന്തിനാണ് ഈ ശിക്ഷ എന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ തന്നെ ഇരുന്ന് ചോദിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഉണ്ടോ, അതോ നമ്മൾ വെറുതെ ഈ ഒരു വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്നതാണോ എന്ന് തോന്നും. അതേസമയം എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ സ്കൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്നത് ഈശ്വരനെയാണ്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, കാരണം ആർക്കാണ് ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ സാധിക്കുക? ഒരു മുടിനാരിഴയുടെ അത്രയും തിക്നെസ് ഉള്ള കോടാനുകോടി ഞരമ്പുകളിൽ കൂടെ ഓരോ ഞരമ്പിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോഴാണ് ഒരു മനുഷ്യ ആയുസ്സിൽ ഇന്ന കാലത്ത് ഇന്നത് നമ്മുടെ ശരീരം ചെയ്തിരിക്കണം എന്നുള്ളൊരു ഓർഡർ ഉണ്ടാക്കിയത് ആരാണ്? ശാസ്ത്രമാണോ? അങ്ങനെയാണെങ്കിൽ അന്ന് ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ദൈവം തന്നെയല്ലേ? അങ്ങനെ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും കണ്ണടച്ച് കുറച്ചു നേരം പൂജാമുറിയിലിരുന്ന് ഇത് വേണോ വേണ്ടേ എന്നിങ്ങനെ കുറേ നേരം ധ്യാനിക്കുമ്പോൾ ഒരു ഡിസിഷൻ വരുമ്പോൾ പിന്നീട് നമ്മൾ എടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നല്ല അത് എടുത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈശ്വരാധീനമുള്ളത് കൊണ്ട് തന്നെയാണ്. എത്രയോ ഒറ്റയ്ക്കൊരു സ്ത്രീ ഇത്രയും ജീവിച്ചു പോകുമ്പോൾ എത്രയോ അപകടങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ചെന്ന് പെടാം, അല്ലേ? നമുക്ക് ചുറ്റും നമ്മൾ ഇന്ന് ലോകത്ത് മൃഗങ്ങളെ ഒന്നും അല്ല ഭയപ്പെടേണ്ടത്, മനുഷ്യനാണ് ഏറ്റവും അപകടകാരിയായ
മൃഗം എന്ന് പറയാൻ പാടില്ല. MT വാസുദേവൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും മനുഷ്യനെ മൃഗവുമായിട്ട് ഉപമിക്കരുത്, കാരണം മൃഗം അങ്ങനെ ചതിക്കുന്ന ഒരു, അപ്പോൾ അതെ അതെ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ലോകത്ത് ഒരു അപകടവും സംഭവിക്കാതെ, മനസ്സിനോ ശരീരത്തിനോ ഒന്നും ഒരു അപകടവും സംഭവിക്കാതെ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ദൈവികത തന്നെയാണ്. പിന്നെ ലളിതാ സഹസ്രനാമം ജപിക്കും, വിഷ്ണു സഹസ്രനാമം ജപിക്കും. ഇത് ജപിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വരിക എന്ന് പറയുന്നത്, നമ്മളെ പലരും എന്നോട് പറയും, അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടല്ലോ, ഭാഗ്യലക്ഷ്മി എപ്പോഴും ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുന്ന നമ്മളായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഈശ്വരാധീനം കൊണ്ട് തോന്നുന്നതായിരിക്കാം. പിന്നെ ഒരിക്കലും ഈശ്വര വിശ്വാസമുള്ള വ്യക്തികൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് അത് ചെയ്യാൻ തോന്നില്ല, കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈശ്വരൻ. അത് നമ്മളെ നീ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉള്ളിൽ നിന്ന് ചോദിപ്പിക്കും അല്ലേ. അത് ഉള്ളിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മനസാക്ഷി എന്നൊക്കെ പറയുന്ന മാതിരി. മക്കൾക്കൊക്കെ എങ്ങനെ ദൈവവിശ്വാസം? ഒരു രക്ഷയില്ല. ദൈവം മൂത്ത മോനൊന്നും ഒട്ടും ഈശ്വരനെ വിശ്വസിക്കില്ല. ഇളയ മകൻ ശിവനാണ്, അവൻ്റെ ദൈവം, ഇഷ്ടദൈവം ശിവനാണ്. ഇങ്ങനെ കൈലാസത്തിലും ഒക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, യാത്രയൊക്കെ പോകുന്നുണ്ട് അദ്ദേഹം. വിളക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞാൽ കത്തിക്കും ഇളയ മകൻ, നിർബന്ധിക്കൊന്നും വേണ്ട, ഒന്ന് വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ കത്തിക്കും. കുറച്ചുണ്ടെന്ന് തോന്നുന്നു, അത് ഡെവലപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. മൂത്ത മകൻ രക്ഷയില്ല. ഇപ്പം അമ്പലത്തിൽ ഞാൻ ഫോഴ്സ് ചെയ്ത് പിറന്നാളിനൊക്കെ കൊണ്ടുപോയാലും ഇങ്ങനെ നിൽക്കും, ആ നടയിൽ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കും, കൈയെടുത്ത് തൊഴു എന്ന് പറഞ്ഞാൽ മിണ്ടാതിരി എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. ഞാൻ തർക്കിക്കാൻ നിൽക്കില്ല, കാരണം ചിലപ്പോൾ ഈ ഇന്നത്തെ ജനറേഷനല്ലേ, ഇവരുടെ തർക്കത്തിൽ പലതിനും ഇവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ലോജിക്ക്, അവരുടെ ലോജിക്ക് അവർ വായിച്ച ലോജിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവ ലോജിക്കാണ് നമ്മുടെ. അതിന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ബെറ്റർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആർഗ്യൂ ചെയ്യാതിരിക്കുക. ഞാൻ ഒരിക്കലും വെറുതെ ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനെ ഒരാൾ അങ്ങനെ ഇടിച്ച് താഴ്ത്താൻ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ആർഗ്യൂ ചെയ്യില്ല. പക്ഷേ എനിക്ക് വേണ്ടി ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യും അവർ. ഇപ്പം എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ, അത് ആ പിറന്നാളിന് മാത്രം കേട്ടോ. പിന്നെ വിളക്ക് കത്തിക്കുകയെന്ന് പറഞ്ഞാൽ മൂത്തവന് വിളക്ക് കത്തിക്കാനും ചിലപ്പോൾ പന്തം കൊളുത്തിയൊക്കെ വെച്ചിട്ടൊക്കെ വരും. പിന്നെ വേറെ തമാശ രൂപത്തിൽ അവൻ പറയും, അമ്മയ്ക്ക് അറിഞ്ഞൂടാ, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ എന്നൊരാളുണ്ടെങ്കിൽ ആ ഈശ്വരന് അല്ലെങ്കിൽ എന്നെ പോലെ നിരീശ്വരവാദികളെയാണ് ഏറ്റവും ഇഷ്ടം. കാരണം നിങ്ങളെപ്പോഴും ഇങ്ങനെ പരാതി, പരിഭവം, വഴക്ക്, പ്രശ്നം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ഞാനാണ് ഇവിടെ വന്നിരിക്കുന്ന, ഇദ്ദേഹം പറയും, ശാന്തമായിട്ട് ഞാനും അവനും ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം എപ്പോഴും ഞങ്ങളോടായിരിക്കും. നിങ്ങളോടൊന്നും അത്രയ്ക്കുണ്ടാവും, ദേ വരുന്ന ഇന്ന് എന്താണാവോ വരാൻ പോണത് എന്ന്. പക്ഷേ എത്ര നിരീശ്വരവാദികളും ജീവിതത്തിൽ അവസാനം വലിയൊരു ഈശ്വര വിശ്വാസിയാവും. ഭക്തിയുടെ പാത എന്ന് ശങ്കരാചാര്യ പോലും അവസാനം ഭക്തിയുടെ പാതയിലേക്ക്, അത് ജ്ഞാനത്തിന്റെ പരമകോടിയിൽ നിന്നിട്ട് പോലും ഭക്തിപാതയിലൂടെയും എത്താമെന്ന് പറയുന്ന ചേച്ചിക്ക് ഇതേപോലെ വ്യക്തിപരമായി നേരത്തെ മകന്റെ അനുഭവം പറയുകയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അല്ലെങ്കിൽ ഒരു പരമമായ ചൈതന്യം, വ്യത്യസ്ത പേരിലാണ് നമ്മൾ വിളിക്കുന്നത്, എടുപ്പിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വഴി തിരിച്ചു വിട്ടു എന്നൊക്കെ തോന്നുന്നു. ഏതെങ്കിലും ഒരു ചെറിയ സംഭവമായിരിക്കും ലൈഫിൽ പിന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കി, അങ്ങനെ എന്തെങ്കിലും? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഓർത്ത് വെച്ചിട്ടില്ല, ഇന്ന സംഭവങ്ങൾ എന്ന് ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള നിർണായക തീരുമാനങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു നല്ലതായി എനിക്ക് ഈശ്വരൻ കൊണ്ടുവന്നു. ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ഒരുപാട് ആലോചിച്ച്, ഇതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ അമ്പലത്തിലും ചെന്ന് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇത് ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല. ശരിയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം, തെറ്റാണെങ്കിൽ എൻ്റെ ഉള്ളിൽ നീ ചെയ്യുന്നത് ശരിയല്ല, അത് മാറ്റിക്കോ എന്ന് എന്നെ ഒന്ന് സ്വകാര്യമായിട്ട് എന്ന് ഞാനിങ്ങനെ ചെന്ന് പറഞ്ഞിരുന്നു. ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പറഞ്ഞിരുന്നു. പക്ഷേ
എനിക്കെന്തോ ആ സമയത്ത് എവിടുന്നെന്നറിയാത്ത ഒരു ശക്തിയും ഒരു ധൈര്യമൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി അതായിരിക്കാം കിട്ടുന്ന ഒരു ആൻസർ. അതല്ലായിരുന്നു എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ വന്നിരുന്നുവെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ നിനക്കിത് ഫേസ് ചെയ്യാൻ പറ്റില്ല, നീ തിരിച്ചു പോയിക്കോ എന്ന് ആയിരിക്കാം. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഈശ്വരന് നമുക്ക് വഴി കാണിച്ചു തരാൻ പറ്റുള്ളൂ അല്ലേ? ചിലപ്പോ നിൽക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ നമ്മള് പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യന്റെ രൂപത്തിലായിരിക്കാം അല്ലെ, വല്ലാതെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും പെട്ടെന്ന് കൺമുമ്പിൽ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് പലപ്പോഴും വന്നിട്ട് അതിനെന്താ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ചെയ്തു തരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയും അയ്യേ അങ്ങനെയൊന്നും ഞാൻ ആരുടെ മുമ്പിലൊന്നും കൈ നീട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്നോട് പറയുമായിരുന്നു, എടോ താൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഇങ്ങനെ കിരീടവും മാലയൊക്കെ ഇട്ട് തൻ്റെ മുമ്പേ വരില്ല. ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ വ്യക്തികളുടെ രൂപത്തിലായിരിക്കാം. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ എന്നോടൊപ്പം പ്രതീക്ഷിക്കാതെ പിന്നീട് അവരെ കാണാതെയും പോയിട്ടുണ്ട്. ദൈവദൂതന്മാരെ പോലെ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് പിന്നെ നമ്മൾ കോണ്ടാക്ട് ഇല്ലാതെ പോകും. കുറേ കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വിളിക്കുമായിരിക്കാം. അങ്ങനെയൊക്കെ ലൈഫിൽ ഒരുപാട് സംഭവം. ചേച്ചി, അച്ഛനമ്മമാർ പലപ്പോഴും പറയുന്ന ഒരു ചോദ്യമാണ് ചേച്ചി നേരത്തെ പറഞ്ഞത്, മക്കൾക്ക് ദൈവവിശ്വാസമില്ല, അല്ലെങ്കിൽ അവർക്ക് അമ്പലത്തിൽ പോകില്ല, പള്ളിയിൽ പോകില്ല, ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ കുറവാണ് എന്നൊക്കെ. അപ്പോൾ മക്കളോട് എന്ത് പറയും എന്നുള്ളത് പോട്ടെ, കാര്യം അവർക്ക് അവരുടെ ചിന്ത കാണും. ഇങ്ങനെ വിഷമിക്കുന്ന അച്ഛനമ്മമാരോട് എന്ത് പറയും? എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ മക്കൾക്ക് ദൈവവിശ്വാസം ഇല്ല എന്ന് ഞാൻ വേദനിക്കുന്നില്ല. കാരണം അവർ നല്ല കുട്ടികളാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവർ സമൂഹത്തിന് ബാധ്യതയാവാതെ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന കുട്ടികളല്ല എങ്കിൽ അവർ ഈശ്വരനാൽ അനുഗ്രഹീതരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എൻ്റെ മൂത്ത മകനെ സംബന്ധിച്ച് അവൻ ജോലി കിട്ടിയപ്പോൾ ആദ്യം ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാണ് ചെയ്തത് പഠിക്കാനായിട്ട്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലേ? അതിപ്പോ ഈശ്വരീയത, അതെ അതെ, ഈശ്വരാധീനം അവനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മക്കളിൽ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് കൈ കൂപ്പി തൊഴുത് എല്ലാ ദൈവത്തിന് വേണ്ടാത്ത സ്വർണവും വേണ്ടാത്ത ഇതെല്ലാം നമ്മൾ കൊടുക്കുകയും എന്നിട്ട് വേറൊരു ഭാഗത്തൂടെ നമ്മൾ അനീതി ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു കാര്യമില്ല. ഒരു അനീതിയും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ എന്നാൽ സമൂഹത്തിനും നമ്മളെ സൃഷ്ടിച്ചവർക്കും ഒക്കെ ഒരു നല്ല കുട്ടിയായി ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരമ്മയ്ക്കും അച്ഛനും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് മാത്രം നോക്കിയാൽ മതി. കുട്ടിയെ നല്ല കുട്ടിയായി വളർത്തുക, ഈശ്വര വിശ്വാസി എന്നുള്ളത് നെക്സ്റ്റ്. ദൈവം എന്ന സങ്കല്പം ഒരു പുസ്തകത്തിലോ ഒരു ഗ്രന്ഥശാലയിലോ ഒരു ഒതുക്കാൻ കഴിയാത്ത ഏറ്റവും കൂടുതൽ ഒരു എഴുതപ്പെട്ട വിഷയവും ദൈവമാണ്. വ്യത്യസ്ത മതങ്ങളും ദൈവത്തെ ഒരു വാക്കിലേക്ക് ചുരുക്കിയാൽ, ഇപ്പം ഗാന്ധിജി ദൈവം സത്യമാണെന്ന് പറയാറുണ്ട്, യേശുദേവൻ ദൈവം സ്നേഹമാണെന്ന് പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചേച്ചിയുടെ സങ്കല്പത്തിൽ ദൈവം ഒരു വാക്കിലേക്ക് എന്തായിരിക്കും? വിശ്വാസം. എന്നെ സംബന്ധിച്ച് വിശ്വാസമാണ്. അതായത് നമ്മൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിലുപരി ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിനെ വിശ്വസിക്കുക, ആ വിശ്വാസത്തെ വിശ്വസിക്കുക, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സംശയം പാടില്ല. ഞാൻ എല്ലാവരോടും ഞാൻ പറയും, ഇപ്പോൾ ഈ ഇടയ്ക്കും ഫാമിലി പ്രോബ്ലംസ് വരുന്നവരോ അല്ലെങ്കിൽ രോഗികളൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ദൈവത്തെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കൂ. ഇത് ദൈവമേ ഞാനിന്ന് സ്കാൻ ചെയ്യാൻ പോവുകയാണ്, സ്കാനിങ്ങിൽ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവുമല്ലോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകൂ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ആ വിശ്വാസത്തെ വിശ്വസിക്കുക. ഇപ്പോ ദൈവസങ്കല്പം നേരത്തെ സുബ്രഹ്മണ്യം പറയുകയുണ്ടായി, ഇടയ്ക്ക് പിന്നീട് എപ്പോഴെങ്കിലും വടവള്ളി പോകാനോ അല്ലെങ്കിൽ ഇവിടെ വന്നു കൃഷ്ണൻ പഴയ സുബ്രഹ്മണ്യനെ എന്താ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്? ഇല്ല, വടവള്ളി പോകാറുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ പോകുമ്പോഴെല്ലാം ഞാൻ വടവള്ളി അമ്പലത്തിൽ പോകും. അവിടെ ചെന്നിട്ട് ഞാൻ പറയും, ഞാൻ മറന്നതല്ല, വിഷമിക്കണ്ട. അപ്പൊ ഈ കന്ദസഷ്ടി കവചം എന്ന് പറഞ്ഞിട്ട് തമിഴിൽ അതറിയാം. അപ്പൊ അത് ബൈഹാർട്ടായിട്ട് പണ്ടേ ചൊല്ലുമായിരുന്നു. ഇന്നും ഞാനത് ബൈഹാർട്ടായിട്ട് ചൊല്ലും. അപ്പോൾ ദിവസവും എത്ര വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും എത്ര കൃഷ്ണനെ ഭജിച്ചാലും അതൊരു പ്രാവശ്യം ഞാൻ ചൊല്ലും. കാരണം നമ്മുടെ പിന്നെ നേരത്തെ ചോദിച്ച മാതിരി ഇപ്പോൾ പൂർവ്വജന്മത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചു. ഞാനൊരിക്കൽ ഈ ഏടെടുത്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പൊതുവേ തോന്നാറുണ്ട്, അത് ചിലപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും പിന്നെ ഇത് കുറച്ച് കൂടിപ്പോയെന്ന്. ഈ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം,
ഇപ്പം ഇവിടുന്ന് തിരുവട്ടാർ എന്ന് പറയുന്ന അവിടെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഞാൻ പോകാറുണ്ട്. പത്മനാഭപുരം കൊട്ടാരം, അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ തിരുവനന്തപുരം തിരുവിതാംകൂർ രാജകുടുംബം, ഇവരെയൊക്കെ കാണുമ്പോൾ വേറൊരു ഫീൽ എനിക്ക് ഉള്ളിലുണ്ടാവും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്തോ ഞാൻ ഇവരുമായിട്ടൊക്കെ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട് എന്നിങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഏടെടുത്ത് നോക്കാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഏടെടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പൂർവ്വജന്മത്തിൽ ഒരു ആന്ധ്രാപ്രദേശിൽ തെലുങ്കായിരുന്നു, ഞാൻ മലയാളിയേ അല്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഒരു രാജകുടുംബത്തിലായിരുന്നു, ഞാനാണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ആ നാടിനെ. അപ്പൊ അങ്ങനെ ഞാൻ അപ്പൊ എന്റെ മക്കള് പറയും ഇപ്പോഴും അത് തന്നെ മാറി, വലിയ വ്യത്യാസമൊന്നുമില്ല, രാജകുടുംബം അല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു റൂളറായിരുന്നു. ഒരുപാട് കേസിനൊക്കെ ഞാനാണ് വിധി കൽപ്പിച്ചുകൊണ്ടിരുന്നത്. എവിടെയോ ഒരു കേസിൽ ഞാൻ തെറ്റായ ഒരു വിധി പ്രഖ്യാപിച്ചു. അതിന്റെ പാപമാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിനും ഞാൻ പിരിച്ചു. ജന്മങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം അല്ലേ? അതെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഏട് അല്ലെങ്കിൽ ചില ആൾക്കാർ നാഡി ജ്യോത്സ്യം ഏട് ഒരു രസമല്ലേ? ഒരു മിഥ്യയിൽ ജീവിക്കുന്ന ഒരു രസമാണത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയില്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത. ഇപ്പൊ നമുക്ക് കുട്ടിക്കാലം മുതലുള്ള നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലേ? ആ അറിഞ്ഞുകൂടാത്ത ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെന്തിനാ നമ്മൾ ഇനി ചെകയാൻ പോണത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ? അതൊരു നല്ല വിശ്വാസമല്ലേ? ആർക്കും ഒരു ദോഷവും ഇല്ല, നമ്മൾക്കും സന്തോഷം. നമ്മുടെ ചുറ്റിലും നമ്മൾ ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കുന്നു. സോ പക്ഷെ അതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ഇത്രയും പോസിറ്റീവ് ഓറ ഉള്ളത്, വൈബ്രൻസി ഉള്ളത്. ആ കൃഷ്ണൻ സഹായിക്കട്ടെ. ഏറ്റവും സുസ്മേരവതനായി നിൽക്കുന്ന എന്നും ചിരിയും സന്തോഷവും സംഭാഷണങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമസ്കാരം.